ഹലോ ഫ്രണ്ട്സ്, BB's ടിപ്സ് ആൻഡ് ട്രിക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. CIVI എന്ന കമ്പനിയുടെ ഈ ഒരു സ്മാർട്ട് വാച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ കവറ്. നിങ്ങൾക്ക് കാണാം, ഒരു റെക്റ്റാങ്കുലർ കവറാണിത്. മേളിൽ ചെറിയൊരു സിമ്പിൾ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. കവർ നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ CIVI എന്ന കമ്പനിയുടെ Z6 മോഡലിലുള്ള സ്മാർട്ട് വാച്ചാണിത്. നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയാനുണ്ട്. സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് നമുക്ക് മറ്റേതായിട്ട് കിട്ടുന്നത് ഒരു USB കേബിൾ ഉണ്ട്. നമുക്ക് ഏതൊരു അഡാപ്റ്ററിലേക്ക് വേണമെങ്കിലും ഇത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു USB കേബിളാണ്. പിന്നെ അകത്ത് ചെറിയൊരു ഡെക്കറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ചിലേക്ക് വരാം. ഇതിനെക്കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ CIVI എന്ന കമ്പനിയുടെ Z6 മോഡലാണിത്. നമ്മൾ ഈ കാണുന്ന സ്ട്രാപ്പ് റബ്ബർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രാപ്പാണ്. ഈ ഡയൽ മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. ഇതിൻ്റെ സെൻസർ G സെൻസറിൻ്റെ ആണ്. പിന്നെ LCD ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ. 1.56 ക്യാപ്റ്റീവ് ടച്ച് സ്ക്രീനാണ്. 240x240 റെസൊല്യൂഷനാണ് ഇത് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഒരു പവർ ബട്ടണാണ്. ഇതിൻ്റെ ഈ കാണുന്നത് ഒരു പവർ ബട്ടണാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ചെറിയൊരു ചാർജ് ചെയ്യാനുള്ളൊരു സ്ലോട്ടാണിത്. നമുക്ക് നേരത്തെ തന്ന ആ USB കേബിൾ വെച്ചാണ് നമ്മളിത് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിൽ വരികയാണെങ്കിൽ നമുക്ക് സിം കാർഡ്, SD കാർഡ്, ഇതിൻ്റെ ബാറ്ററി എല്ലാം ഇടാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണിത്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം ചെറുതായിട്ട്. അപ്പോൾ നമ്മളിത് തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ബാറ്ററിയാണ് കാണാൻ സാധിക്കുന്നത്. 380 mAh ഒരു ബാറ്ററിയാണ്. 3.7 വോൾട്ടേജ് വരെ നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മളിത് ബാറ്ററി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇത് ലിഥിയം അയണിൻ്റെ ബാറ്ററിയാണ്. 2 മണിക്കൂറെങ്കിലും ഇത് ചാർജ് ചെയ്യാനിടണം. നമുക്ക് 6 hours ഇത് യൂസ് ചെയ്യാനുള്ള ബാറ്ററി നമുക്ക് തരുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് സിം കാർഡ് ഇടാനും SD കാർഡ് ഇടാനുള്ള സ്ലോട്ടുകൾ ഇവർ അനുവദിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ മൈക്രോഫോൺ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സെറ്റിങ്സ്, അതായത് ആപ്പുകളെല്ലാം എന്തൊക്കെയാണ്, ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്. നമ്മളിതിപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു ബ്ലൂടൂത്ത് സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് കണക്ട് ചെയ്യാൻ നോക്കും. പക്ഷേ ഇത് ഡിസ്കണക്റ്റഡ് എന്ന് കാണിക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഒരു ഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴി തന്നെ കണക്ട് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോൺ, അതായത് ഏതൊരു തരത്തിലുള്ള ഫോണുകൾ വേണമെങ്കിലും ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സാംസങ്, ഐഫോൺ, മോട്ടോ, വിവോ, MIയുടെ ഫോൺ, OnePlus, HTC, ഇൻഡെക്സ്, ഇതുപോലത്തെ ഏത് ഫോൺ, ഇതല്ലാതെ ഇനിയും കമ്പനികളിലുള്ള ഫോൺ നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ബ്ലൂടൂത്തിലേക്ക് ഇത് ആദ്യം തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ചിനെ നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു QR കോഡ് സ്കാനർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ QR കോഡ് സ്കാനർ എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഈ ആപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ സ്മാർട്ട് വാച്ചിൽ നമുക്ക് കിട്ടുന്ന ഒരു QR കോഡ് സ്കാൻ ചെയ്ത ശേഷമാണ് നമുക്ക് കണക്ഷൻ ആപ്പിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു QR കോഡിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ സ്മാർട്ട് വാച്ച് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വിക്ക് റെസ്പോൺസ് എന്നൊരു ആപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ആ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു QR കോഡ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു QR കോഡ് നമ്മൾ ഈ QR കോഡ് സ്കാനറിലൂടെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നമുക്കൊരു URL, ഒരു ലിങ്ക് തരുന്നതായിരിക്കും.
ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെബ് ബ്രൗസറിലേക്ക് ഒരു റീഡയറക്റ്റ് ചെയ്ത ശേഷം ഒരു ആപ്പിൻ്റെ ലിങ്ക് ആയിരിക്കും നമ്മൾക്ക് തരുന്നത്. നമ്മളിവിടെ കാണുന്ന UPBN GP ഡൗൺലോഡ് ലിങ്ക് എന്ന മേളിൽ കാണുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നമ്മളെ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആക്കുന്നതാണ്. അവിടെ നമുക്ക് കിട്ടുന്ന യുണൈറ്റഡ് പവർ ബ്ലൂടൂത്ത് നോട്ടിഫിക്കേഷൻ അഥവാ ബ്ലൂടൂത്ത് നോട്ടിഫയർ എന്ന ആപ്പായിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിലൂടെയാണ് നമ്മൾ നമ്മുടെ ഫോണിനെയും നമ്മുടെ സ്മാർട്ട് വാച്ചിനെയും ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇവരുടെ കണ്ടീഷൻസ് എല്ലാം അലൗ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈ ആപ്പിലൂടെ ആയിരിക്കും നമ്മൾ ഫുൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് അവരൊരു ഇത് തന്നു, നമുക്കത് അവർക്ക് നോട്ടിഫിക്കേഷൻസ് തരാനുള്ള അലൗ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ യുണൈറ്റഡ് പവർ ബ്ലൂടൂത്ത് നോട്ടിഫിക്കേഷൻ എന്ന ആപ്പിനെ നമ്മൾ നോട്ടിഫിക്കേഷൻസിന് അലൗ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ചിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസും നമ്മുടെ ഫോണിൽ നിന്ന് നോട്ടിഫിക്കേഷൻസും കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാളായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കണക്റ്റായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്മാർട്ട് വാച്ചും നമ്മുടെ ഫോണും സക്സസ്ഫുൾ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്മാർട്ട് വാച്ചിനെ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബ്ലൂടൂത്ത് 4.0 വെർഷനാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് നമുക്ക് തരുന്നത്. 10 മീറ്റർ റേഞ്ചിൽ വരെ നമുക്ക് നമ്മുടെ ഫോണിനെ സ്മാർട്ട് വാച്ചിൽ നിന്ന് ദൂരെ കൊണ്ടുപോകാൻ സാധിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ചിന് പുറത്തായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ചിൽ കിട്ടുന്ന കുറച്ച് ആപ്പുകളെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യമേ വരുന്നതാണ് ആൻറ്റി ലോസ്റ്റ് എന്നത്. അതായത് നമ്മുടെ ഫോണോ നമ്മുടെ സ്മാർട്ട് വാച്ചോ കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൻറ്റി ലോസ്റ്റ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് വാച്ചിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പോകുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നല്ല സൗണ്ടിലുള്ള ഒരു മെസ്സേജ് അതിലേക്ക് വരുന്നതായിരിക്കും. നമുക്ക് അതിലൂടെ നമ്മുടെ ഫോണോ നമ്മുടെ സ്മാർട്ട് വാച്ചോ നമുക്ക് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഇതേ ഓപ്ഷൻസ് തന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത BT നോട്ടിഫയർ എന്ന ആ ആപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് വരുന്നതാണ് റിമോട്ട് നോട്ടിഫയർ എന്ന ഈ കാണുന്ന ആപ്പ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നമ്മുടെ സ്മാർട്ട് വാച്ചിൽ നമുക്ക് അതേപോലെ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു ആപ്പാണ് റിമോട്ട് നോട്ടിഫയർ എന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ സെറ്റിങ്സ് എന്നതാണ്. നമ്മൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു ഫോണിൽ കിട്ടുന്ന സെറ്റിങ്സ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പ്രൊഫൈൽസ് എന്നതിൽ നമുക്ക് സൈലൻറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ്, ജനറൽ എന്നതൊക്കെ മാറ്റാൻ പറ്റും. ഫോൺ സെറ്റിങ്സിൽ നമുക്ക് ഇതിൻ്റെ ടൈമും ഡേറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കണക്ടിവിറ്റിയിൽ ഇവിടെ ബ്ലൂടൂത്ത് ആണ് ഉള്ളത്. കോൾ സെറ്റിങ്സിൽ നമുക്ക് കോൾ സെറ്റിങ്സ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ റീസ്റ്റോർ സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ നടത്തിയ മാറ്റങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ്. അടുത്തതായി വരുന്നതാണ് നമ്മുടെ ക്വിക്ക് റെസ്പോൺസ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആപ്പ്. അതിലൂടെയാണ് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ പെഡോമീറ്റർ എന്നൊരു ആപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പെഡോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സ്റ്റെപ്പുകളുടെ എണ്ണവും നമ്മുടെ ഡിസ്റ്റൻസും നമ്മൾ യൂസ് ചെയ്ത കലോറിയും നമ്മുടെ ആപ്പിലൂടെ കാണിച്ചു തരുന്ന ഒരു ആപ്പാണ് ഈ പെഡോമീറ്റർ എന്നത്. നമ്മൾ ഇനിയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ റിമോട്ട് ക്യാപ്ചർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഫോൺ കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലൂടെ നമ്മുടെ സ്മാർട്ട് വാച്ച് ഒരു പിക്ചർ എടുക്കുന്നതായിരിക്കും. അതിലൂടെ നമ്മുടെ ഫോൺ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ BT മ്യൂസിക് എന്നത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോണിലേക്കാണോ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോണിലുള്ള മ്യൂസിക് എല്ലാം നമുക്ക് ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇനിയും ഇങ്ങോട്ട് വരുമ്പോൾ പവർ സേവിങ്, മോഷൻ, ക്യാമറ, വേൾഡ് ക്ലോക്ക് എന്നീ ആപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തൊട്ടിപ്പുറത്ത് നമുക്ക് അവിടെ നമ്മുടെ ബ്രൗസർ, ട്വിറ്റർ, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നീ ആപ്പുകളും കാണാൻ സാധിക്കും. എന്നാൽ ഇത് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ സ്മാർട്ട് വാച്ചിൽ നമ്മളൊരു സിം കാർഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇനിയും ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഫോൺ ബുക്ക്,
കോൾ സെൻറ്റർ, മെസ്സേജിംഗ്, ഡയലർ എന്നതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഫോൺ ബുക്കിൽ നമ്മൾ ഏത് ഫോണിലേക്കാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിരിക്കുന്നത് അതിലെ കോൺടാക്ട്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മെസ്സേജിംഗ് എന്ന ഓപ്ഷനിലൂടെ നമുക്ക് മെസ്സേജ് റിസീവ് ചെയ്യാനും മെസ്സേജ് സെൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഡയലർ എന്ന ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഇൻകമിംഗ് ആയിട്ടുള്ള കോൾസ് നമുക്ക് ഇതിലൂടെ റിസീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇതിലൂടെ നമുക്ക് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ള മെയിൻ ആപ്സ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക്